ഇത് ഇരുമ്പിന്റേതാണല്ലോ. അപ്പൊ ഇത്ര ഉയരത്തിൽ ഇത്ര ഭാരമുള്ള ഈ ഒരു പോസ്റ്റ്, കാറ്റ്, കോള്, ഇവിടെ വിടവുള്ള ഒരു ഭാഗമാണ്. കേട്ടോ, ഇവിടെ വിടവുണ്ട്. 4 എണ്ണം മുറുക്കിയിട്ടില്ല. ഞാൻ ഇതിന്റെ സൈഡിൽ നിന്നിട്ടാണ് ഇത് എടുക്കുന്നത്. എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് നോക്കിയാൽ, വാഹനങ്ങൾ പോകുന്ന നോക്കിയാൽ. ഇനി അത് ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് പുന്നക്കൊരു പള്ളിയാണ്. ആ പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള വേറെ ഒരെണ്ണം കൂടി നിങ്ങളെ ശ്രദ്ധ. അതിൽ ഒരെണ്ണത്തിന്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെട്ടും ബോൾട്ടും മൊത്തത്തിൽ ഇളക്കാണ്. അതിൽ ഒരെണ്ണത്തിന് നോക്കിയാൽ ഇതാ, ഇത് പുതിയകാവിലേക്ക് പോകുന്ന ആ ഭാഗമാണിത്, സർവീസ് റോഡ്. ഇത്ര ഭാരമുള്ള ഇതൊരു ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഭിത്തി എന്ന് പറഞ്ഞാൽ ഡിവൈഡർ. എന്തെങ്കിലും വാഹനം അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് വീഴുമല്ലോ. രണ്ടാമത്തെ വന്ന് പരിശോധിച്ചാൽ നിങ്ങൾ എങ്ങോട്ട് തിരിച്ചാലും കറങ്ങുന്ന രീതിയിൽ ഈ ഭാഗത്ത് ദേശീയപാതയുടെ അധികൃതർ കാണിച്ചിട്ടുള്ള അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ ലംഘനം, അതായത് ജനങ്ങളുടെ സുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ. ഇത് തീർച്ചയായിട്ടും പ്രചരിപ്പിക്കപ്പെടേണ്ട ഒരു വീഡിയോ ആണ്. കാരണം അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം ഇത് ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വൈദ്യുതിയുടെ തൂൺ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് ഇരുമ്പിൻ്റേതാണ്. അത് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ ഡിവൈഡറിലാണ്. ഇത് ഡിവൈഡറിൽ സ്ഥാപിക്കാൻ പാടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് ഡിവൈഡറിലാണോ സ്ഥാപിക്കേണ്ടത്? പലയിടത്തും ഞാൻ ഇത് ശ്രദ്ധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് ഡിവൈഡറിലല്ല. അവിടെ ഇതുപോലെ ഒരു സ്ഥലത്ത് ബീം വാർത്തിട്ട് അതിന് മേലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഡിവൈഡറിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ഡിവൈഡറിൽ തന്നെ കണ്ട, ഇവിടെ വിടവുള്ള ഒരു ഭാഗമാണ്. കേട്ടോ, ഇവിടെ വിടവുണ്ട്. ആ വിടവിൻ്റെ അടുത്താണ് ഈ ഇത് വെച്ചിരിക്കുന്നത്. എത്ര ഇതാണെന്ന് നോക്കിയാൽ, സുരക്ഷാ പ്രശ്നമാണെന്ന് നോക്കിയാൽ. ഇത്ര ഭാരമുള്ള ഇത് ഇരുമ്പിൻ്റേതാണല്ലോ. അപ്പൊ ഇത്ര ഉയരത്തിൽ ഇത്ര ഭാരമുള്ള ഈ ഒരു പോസ്റ്റ്, കാറ്റ്, കോള്, അതുപോലെ തന്നെ കാലവർഷത്തിന്റെ കെടുതികൾ, ഇതിനൊക്കെ അതിജീവിക്കുന്ന തരത്തിലാണോ ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. പല പ്രശ്നങ്ങളും അവർ വരുത്തി വെക്കുന്നുണ്ട്. അതിൽ പലതും ഗുരുതരമാണ്. അതിന്റെ പ്രത്യാഘാതം ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപകടമായിട്ടും വെള്ളക്കെട്ടായിട്ടും ചളിയായിട്ടും പൊടിയായിട്ടും അങ്ങനെ പല ശാസ്ത്രീയമായ ഇവരുടെ നിർമ്മാണം കാരണമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഇവരുടെ മറ്റൊരു പ്രശ്നമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇത് നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. വളരെ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് നോക്കിയാൽ. വാഹനങ്ങൾ പോകുന്ന നോക്കിയാൽ ആ വാഹനങ്ങൾ പോകുന്നതിൻ്റെ മുകളിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപിച്ചിരിക്കുന്ന ഇത് നിങ്ങൾ നോക്കിയത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വാഷർ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഭംഗിക്കും അതുപോലെ അലങ്കാരത്തിനൊന്നും അല്ലല്ലോ. ഇത് ഫിറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഷർ ഇവിടെ വെച്ചിട്ടുള്ളത്, നല്ല മുറുക്കുണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതിനേക്കാൾ വലുത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ നെട്ടും ബോൾട്ടൊക്കെ എന്തിനാണ് ഫിറ്റ് ചെയ്യുന്നത്? നെട്ടും ബോൾട്ടൊക്കെ ഇതിനെ ഉറപ്പിക്കാനല്ലേ. ഇവരിവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ പോസ്റ്റിൽ, വളരെ പ്രധാനപ്പെട്ട ഈ സ്ഥലത്ത് പോസ്റ്റിൽ അവർ സ്ഥാപിച്ചിരിക്കുന്നത് നോക്കിയാൽ ഇതിങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ എത്രക്കും ഗുരുതരമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. എത്ര ജനങ്ങളോട് വെല്ലുവിളിക്കുകയാണ് ഇവർ ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾ. കേട്ടോ, ഞാൻ മുറുക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു ഇത് കാണുമ്പോൾ. ഞാൻ മുറുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയതാണ്. ഇതിൽ ആരും നടന്നു വരാറില്ല. ഞാൻ ഈ പരിസരവാസിയായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു വന്നപ്പോൾ ഇവരെ ഞാൻ എപ്പോഴും സംശയത്തോടുകൂടിയാണ് കാണാറ്. അപ്പോൾ ഇവരുടെ ഈ ഫിറ്റ് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നോക്കിയതാ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഇളകുന്നു. ബാക്കി ഞാൻ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ രണ്ടാമത്തേതാണ് ഈ കാണുന്നത്. ഈ പുന്നക്കൊരു ഭാഗത്ത് അവിടെ വരെയാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആ സ്ഥാപിച്ചതിൻ്റെ രണ്ടാമത്തെ ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. വേണ്ട വാഷർ നോക്കിയാൽ ഞങ്ങൾ ഇത് കിടന്ന് ഇളകുന്നു നോക്കിയാൽ. ചിലത് അതൊരു ഇളകുന്നു, ചിലത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്ര ലാഘവത്തോടു കൂടിയാണ് ഇത് കാണേണ്ടത് എന്നതാണ്. ഇതെന്ന് പറഞ്ഞത് മുറുക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ടാമത്തെ ഇതിൻ്റെ ഇതിലും നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ല, അത് ശരിക്കും സ്ഥാപിച്ചിട്ടില്ല, മുറുക്കിയിട്ടില്ല എന്ന്. ഞാൻ ഇവിടെ രണ്ടാമത്തെ വന്ന് പരിശോധിച്ചു. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. എൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ നോക്കി നിങ്ങൾ. എത്ര എങ്ങനെയാണ് ഇവർ ഇതിന് കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. വേണ്ട നോക്കിയാൽ ഞാൻ മുറുക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു. കാരണം എവിടെയാണ് ഇത് നിൽക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. ജനങ്ങളിങ്ങനെ ഇതിൻ്റെ താഴെയും മുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥലത്താണ് ഇത്ര ഭാരമുള്ള ഇതൊരു ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഭിത്തി എന്ന് പറഞ്ഞാൽ ഡിവൈഡർ. എന്തെങ്കിലും വാഹനം അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് വീഴുമല്ലോ. ഇതിന് പരിക്ക് പറ്റും. ഇത് വാർക്ക സാധനമാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ സ്ഥാപിക്കാൻ പാടുണ്ടോ? ഇതിന് സേഫ്റ്റി വിഭാഗമില്ലേ, അവരിത് പരിശോധിക്കേണ്ട. ഇതിൽ തൊഴിലാളികൾ സ്വാഭാവികമായിട്ട് അവരുടെ പണിയെടുക്കും. അതിൽ ചില അശ്രദ്ധയൊക്കെ വരും. അതൊക്കെ പരിശോധിക്കാനുള്ള വിഭാഗമാണ് സേഫ്റ്റി വിഭാഗം. ഇത് മൂന്നാമത്തേതാണ്. ഈ മൂന്നാമത്തേതിൻ്റെ വാഷർ നോക്കിയാൽ ഞങ്ങൾ ഇളകി നോക്കിയേ. ഒറ്റപ്പെട്ടതല്ലാന്ന് ഈ പറഞ്ഞതിനർത്ഥം. ഞാനിത് പലതും പരിശോധിച്ചപ്പോഴാണ് ഇത് കാണാൻ കഴിഞ്ഞത്. ചിലത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ചിലത് ഫിറ്റ് ആയിട്ടില്ല എന്നതാണ് ഈ കാണുന്നത്. ആ മൂന്നാമത്തേതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണിച്ചറിയാം. മൂന്നാമത്തേതിൻ്റെ ബാക്കിൽ ഇതൊക്കെ ഈ കൈ കൊണ്ട് നമുക്കിങ്ങനെ തിരിക്കുകയും മുറുക്കുകയും അഴിക്കുകയൊക്കെ ചെയ്യാം നമ്മളെ കൈ കൊണ്ട്. ഇങ്ങനെ
എത്ര ലാഘവത്തോടെ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഇവർ പെരുമാറുന്നതെന്ന് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മൂന്നാമത്തേതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത്. അതായത് ഒരു അശ്രദ്ധമായിട്ട് ജനങ്ങളുടെ സുരക്ഷയെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഒന്നല്ല, ഇപ്പോൾ മൂന്നാമത്തേതാണ് ഞാൻ ഈ കാണിക്കുന്നത്. കേട്ടോ, വാഷറൊക്കെ നോക്കിയാൽ നല്ല ടൈറ്റിൽ വെക്കേണ്ട സാധനമാണ് ഇങ്ങനെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറ്റിയ ഭാഗത്തിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ വടക്ക് ഭാഗത്ത് നിന്ന്, അതായത് മൂന്നുപടി ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇത് ഈ സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ അവിടുന്ന് വരുമ്പോൾ റൈറ്റ് സൈഡാണ്. ആ റൈറ്റ് സൈഡിലെ ഏറ്റവും അറ്റത്ത് ഇവിടം വരെ സ്ഥാപിച്ചിട്ടുള്ളൂ. ഇവിടെ വരെ സ്ഥാപിച്ചതിൽ ഇതും കൂടി ഒന്ന് പരിശോധിച്ചു. അപ്പോൾ നോക്കിയേ, നോക്കിയേ കേട്ടോ. അപ്പോൾ ഒരെണ്ണമല്ല, രണ്ടെണ്ണമല്ല, മൂന്നെണ്ണമല്ല, ഞാനിപ്പോൾ നാലാമത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. ഇനിയും ഇതിൻ്റെ ഓരോന്ന് ഇതിനേക്കാൾ ഗുരുതരമായത് കാണിച്ചു തരാം. ഇത് വേറൊരു സൈഡാണത്. ഇത് പുതിയകാവിലേക്ക് പോകുന്ന ആ ഭാഗമാണത്, സർവീസ് റോഡ്. ഇതൊരു ജംഗ്ഷനും കൂടിയാണ്. അതിൻ്റെ മുന്നിൽ അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഒന്ന് നോക്കിയേട്ടെ. ഈ കോൺക്രീറ്റ് തുളച്ചിട്ട് 4 എണ്ണം കൊണ്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ആകെ 4 ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. 4 തുള ഇട്ടിരിക്കുന്നു എന്ന് വേണം പറയാം. അതിൽ ഒരെണ്ണത്തിന് നോക്കിയാൽ എൻ്റെ കൈ കൊണ്ട് ലഘുവായിട്ട് വെറുതെ ഒന്നിങ്ങനെ കാണിക്കുന്നു. അല്ല, അപ്പോൾ ഇപ്പം ഞാൻ ഫിറ്റ് ചെയ്യണത്. ഇത് ഞാൻ വന്നൊന്ന് പരിശോധിച്ചപ്പോഴേ എനിക്ക് ഇതിൻ്റെ കള്ളക്കളി മനസ്സിലായത്. ഇവരെ കള്ളപ്പണി, അതായത് ജനങ്ങളുടെ സുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏർപ്പാട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. ഇതിൻ്റെ അധികാരികളെ ശ്രദ്ധയപ്പെടുത്താൻ തീർച്ചയായിട്ടും ഞാനിത് നാളെ ഹൈവേ അതോറിറ്റി ഇവിടെ സേഫ്റ്റി വിഭാഗത്തിന് ഞാൻ വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള നല്ല പ്രതികരണങ്ങളുണ്ട്. അടുത്തത് കാണിച്ചു തരാം. ഞാൻ ഇതിപ്പോൾ ഒരെണ്ണമല്ലേ നിങ്ങൾ കണ്ടത്, 3-4 എണ്ണം കൂടി ഒന്നിച്ച് ഇതുപോലെ ശരിക്കും ഫിറ്റ് ചെയ്യാതിരിക്കുന്നതൊന്നും കൂടെ കാണിച്ചു തരാം. ഇത് നിൽക്കുന്നത് കണ്ട, ഇതുപോലത്തെ 4 ഇതിൽ ഇട്ടേക്കാണ്. 4 തുള തുളച്ചിട്ട് അതിൽ ഇതൊക്കെ ഇട്ടിട്ട് നെട്ടും ബോൾട്ടും ഇട്ട് ഫിറ്റ് ചെയ്തേക്കാണ്. അതിൽ ഒരെണ്ണത്തിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെട്ടും ബോൾട്ടും മൊത്തത്തിൽ ഇളകാണ് കേട്ടോ. നെട്ടും ബോൾട്ടും കൂടി മൊത്തത്തിൽ ഈ സൈഡ് മാത്രമല്ല അപ്പുറത്തെ സൈഡും ഇളകും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് കൊളുത്തി വെച്ചാൽ മതി. ഈ രീതിയിലൊക്കെ ഇങ്ങനെ ഒരു വലിയ വലിയ കാര്യങ്ങൾ ഈ രീതിയിൽ ഇവിടെ വേണ്ട ഈ അറ്റത്ത് നിൽക്കാണ്. ഇത് ഒരു രീതിയിൽ ഇത് മുറുക്കിയിട്ടില്ല. രണ്ടാമത്തേത് കേട്ടോ, 1, 2 ഇത് മുറുക്കിയിട്ടില്ല. കണ്ടത് നോക്കിയേ, ഇത് നോക്കിയേ, 3, 4 എണ്ണവും മുറുക്കിയിട്ടില്ല എന്നാണ് ഈ പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും, 4 എണ്ണം മുറുക്കിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് എത്ര എനിക്ക് വിറയൽ വരുന്നത് ഇത് കാണുമ്പോൾ. ഇവർ മുറുക്കാൻ ഞാൻ മുറുക്കാണ്. പക്ഷെ നമ്മളെ കൈകൊണ്ട് മുറുക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്രക്കും ഗുരുതരമായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടാൻ ഇവർക്ക് ആരനുമതി കൊടുക്കുന്നു. ഇത് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയില്ലേ? ഈ റോഡ് എന്ന് പറയുന്നത് ഈ പൈസ കോടിക്കണക്കിന് രൂപ പിരിക്കുകയാണ്. ഇതേപോലെ നാട്ടിലേക്ക് തയ്യാറായി കഴിഞ്ഞു. അവിടെ എത്രയോ കോടിക്കണക്കിന് രൂപ പിരിക്കാൻ പോവുകയാണ്. ഇത് പുന്നക്കുരു പള്ളിയാണ്. ആ പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള വേറെ ഒരെണ്ണം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ പോയി. ഇപ്പോൾ ഞാൻ 6-7 എണ്ണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. 7 എണ്ണം. അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവർ കണ്ട, ഇവർ ഫിറ്റ് ചെയ്ത മുറുക്കാതെ പോയിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ആ താഴെ കൂടി വണ്ടികൾ പോകുന്നു. ഇപ്പം ഞാൻ മുറുക്കിയിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയല്ലല്ലോ, ഒരാളുടെ കൈ കൊണ്ട് ഇങ്ങനെ മുറുക്കുന്ന രീതിയല്ലല്ലോ വേണ്ടത്. അത് അതിൻ്റേതായ സംവിധാനങ്ങളില്ലേ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത്രക്കും അപരാധമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇവർ തീർക്കുമായിരിക്കും. ഇതൊക്കെ ഇവർ പാച്ച് വർക്ക് ചെയ്യുമായിരിക്കും. അതിൻ്റെ തൊട്ടടുത്താണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രക്കും ഭാരമേറിയ സാധനം ഇപ്പോൾ ഇവിടെ പൊളിഞ്ഞിരിക്കുന്ന ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്താണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ഭാരം ഇത് പേറുമോ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ടൺ കണക്കിന് ഭാരമാണ് ഈ ഒരു ഭിത്തിയിൽ ഇവർ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കൊളുത്തി വെച്ചിരിക്കുകയാണ്. വേറൊരു പോസ്റ്റിൽ വെച്ചിരിക്കുന്നത് വളരെ ലൂസ് തീരെ ലൂസായിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാവുന്ന തരത്തിലുള്ള രീതിയിലാണിത് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഇത് പുന്നക്കുരിയിലെ റാക്ക് ഓഡിറ്റോറിയം. ആ റാക്ക് ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. മറ്റൊന്നും വേണ്ട, കൈകൊണ്ട് ഇങ്ങനെ തിരിക്കാം. ഇത് പരക്കെ ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്താണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 5-8 സ്ഥലത്ത് തന്നെ കാണിച്ചതല്ലേ. ഇത് ഇത് നോക്കി കണ്ടുകളാ. ഇതിൻ്റെ അടിയിലൊക്കെ എത്രയോ രീതിയിൽ മുറുക്കി ടൈറ്റാക്കി ഓരോ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഞാനിതൊക്കെ ഞാൻ തന്നെ മുറുക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇടുമ്പോൾ ചിലർ എന്നോട് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ നെഗറ്റീവ് ഇടുന്നത് എന്നാണ്. ഇതിനെ ഞാൻ എങ്ങനെയാണ് ഇടുക, ഇതിനെങ്ങനെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റും?
ആ പിരിക്കാൻ പോകുന്ന അപ്പോൾ നമ്മളുടെ പൈസയാണിത്. ആ പൈസ കൊണ്ട് ചൂഷണം ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളുടെ സുരക്ഷയെ വെല്ലുവിളിച്ചിട്ട് പൈസ പിടുങ്ങാനും ഇവർക്ക് ഭയങ്കര മിടുക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ, ജനങ്ങളുടെ സുരക്ഷയെ വെല്ലുവിളിച്ച്. അതിനാൽ ഇത്രക്കും അതീവ ഗുരുതരമായ ഈ സുരക്ഷാ പ്രശ്നം ഈ അധികാരികളുടെ മുന്നിലെത്തണം. അത് വേണ്ടപ്പെട്ടവർ കണ്ണു തുറക്കുന്ന രീതിയിലാവണം. അതിനാൽ ഇത് നിങ്ങൾ ആ രീതിയിൽ ഷെയർ ചെയ്യുകയും ഇതിനെ പ്രതികരിക്കുകയും വേണമെന്നാണ് ഉണർത്താനുള്ളത്.